കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് തിയറീസ് ആരൊക്കെയാണ് മുന്നോട്ട് വെച്ചത് എന്നതായിരുന്നു. അതിലെ ആദ്യത്തെ തിയറി മുന്നോട്ട് വെച്ചത് ഫ്രെഡറിക് ടെയ്ലർ ആയിരുന്നു. അദ്ദേഹം കൂടുതലായി പഠിച്ചത് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്, അതായത് ഒരു വർക്കർ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിന്, അതേപോലെ ഒരു വർക്കർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അയാളുടെ മോഷൻ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് ആണ് അദ്ദേഹം കൂടുതലായി പഠിച്ചത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഹെൻറി ഫയോൾ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ ഒരു മാനേജ്മെന്റ് തിയറി മുന്നോട്ട് വെച്ചു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് പറയുകയാണെങ്കിൽ ഇത് ഈ ടൈലറിൻ്റെയും അതേപോലെ ഹെൻറി ഫയോളിൻ്റെയും തിയറീസ് തമ്മിലുള്ള കമ്പാരിസൺ ഇത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനു മുന്നേ ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൻറി ഫയോൾ ഒരു ഫ്രഞ്ച് ഇൻഡസ്ട്രിയലിസ്റ്റും അതേപോലെ മാനേജറുമായിരുന്നു. ടൈലറിൻ്റെ തിയറിയിൽ നിന്ന് വ്യത്യസ്തമായി ടൈലർ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ഫസ്റ്റ് ലൈൻ സൂപ്പർവിഷൻ ആയിരുന്നു. അതായത് പ്രൊഡക്ഷൻ ഏരിയയിലെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് വർക്കേഴ്സ് ആണ്. ആ വർക്കേഴ്സിൻ്റെ ടൈമും, അതായത് വർക്കേഴ്സ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമും ആ വർക്കറിൻ്റെ മോഷൻസും പഠിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു തിയറിയാണ് ടൈലർ ഡെവലപ്പ് ചെയ്തത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഫയോൾ ചെയ്തത് ഹയർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷനിലെ ഹയർ ലെവൽസ് എന്ന് പറയുന്നത് മാനേജർ തുടങ്ങിയ വ്യക്തികളാണ്. അവരെ കൂടുതൽ പഠന വിധേയരാക്കി അദ്ദേഹം 6 ആക്ടിവിറ്റീസ് ആണ് ഐഡന്റിഫൈ ചെയ്തത്. അതിൽ ഒന്നാമത്തത് ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, സെക്കൻഡ് വൺ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, തേർഡ് വൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, സെക്യൂരിറ്റി ആക്ടിവിറ്റീസ്, അക്കൗണ്ടിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് മാനേജീരിയൽ ആക്ടിവിറ്റീസ്. അതായത് പ്രൊഡക്ഷൻ, മാനുഫാക്ചർ പോലുള്ള ടെക്നിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ ബൈയിങ്, സെല്ലിംഗ് പോലെയുള്ള കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. ഒരു കമ്പനിയിലെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സ്റ്റഡി. ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പേഴ്സൺ, അത് വരുന്നത് സെക്യൂരിറ്റി ആക്ടിവിറ്റീസ്. അതുപോലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതും കോസ്റ്റിംഗ് ഇതെല്ലാം, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് തയ്യാറാക്കുന്നത് ഇതെല്ലാം അക്കൗണ്ടിംഗ് ആക്ടിവിറ്റീസ്. ആൻഡ് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ഇവയെല്ലാം വരുന്നത് മാനേജീരിയൽ ആക്ടിവിറ്റീസുമാണ്. ഇങ്ങനെയുള്ള 6 ആക്ടിവിറ്റീസ് ആണ് അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, കൊമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി, അക്കൗണ്ടിംഗ് ആൻഡ് മാനേജീരിയൽ ആക്ടിവിറ്റീസ്. ഇതിൽ നിന്ന് ഈ 6 ആക്ടിവിറ്റീസിൽ നിന്നും അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത 14 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ. അതിലെ ആദ്യത്തത് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് ഡിഫറെന്റ് വർക്കേഴ്സ് ആർ ബെസ്റ്റ് ഫിറ്റഡ് ഫോർ ഡിഫറെന്റ് ജോബ്സ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ. ഒരു വർക്കറെ എടുത്തു നോക്കുകയാണെങ്കിൽ പലർക്കും പല രീതിയിലായിരിക്കും ആപ്റ്റിറ്റ്യൂഡും സ്കില്ലും ഉള്ളത്. അതായത് ഒരു ജോലി ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തിരഞ്ഞെടുക്കുക. ഡിഫറെന്റ് വർക്കേഴ്സ് ആർ ബെസ്റ്റ് ഫിറ്റഡ് ഫോർ ഡിഫറെന്റ് ജോബ്സ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ. സെക്കൻഡ് വൺ ഈസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത് മാനേജറെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ തിയറികളിൽ മാനേജറെ സംബന്ധിച്ചിട്ടുള്ള
സ്റ്റഡിയാണ് കൂടുതലുള്ളത്. അതായത് ഒരു വർക്കറെ അപേക്ഷിച്ച് മാനേജ്മെന്റ് സിസ്റ്റമാണ് അദ്ദേഹം കൂടുതലായിട്ടും പഠിച്ചത്. ടൈലേഴ്സ് തിയറിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും ഇത് തന്നെയാണ്. Second point, authority and responsibility. Authority is the power of manager to control the subordinates, and responsibility is the duty of manager to implement policies. Authority എന്ന് പറയുന്നത് ഒരു മാനേജറുടെ പവറാണ്. ആ മാനേജർക്ക് കീഴെ വരുന്ന സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ, അതിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർക്കും ഇതിന് കുറെ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. ആ ഡ്യൂട്ടീസിനെയാണ് റെസ്പോൺസിബിലിറ്റി, അതായത് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട് ഒരു മാനേജർക്ക്, അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് ഈസ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ obeying and working according to instructions and orders of superiors. superior officers പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസിനും ഓർഡേഴ്സിനും അനുസരിച്ച് വർക്ക് ചെയ്യുക, അതാണ് ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് പോയിന്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് ചെയ്യുന്നത് ഒരാളായിരിക്കണം. അതായത് എംപ്ലോയീസ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം വൺ ബോസ് ഓൺലി. അതായത് ഒരു ആൾ മാത്രമേ ഒരു കാര്യത്തെക്കുറിച്ച് അയാളുടെ സബോർഡിനേറ്റിനെ കമാൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് അവോയ്ഡ്സ് കൺഫ്യൂഷൻ, മിസ്റ്റേക്സ് ആൻഡ് ഡിലേസ്. ഫിഫ്ത്ത് പോയിന്റ് ഈസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പ് ആയിട്ടുള്ളതും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കമ്പനിയുടെ പുരോഗതിക്ക് വേണ്ടിയത്, അല്ലെങ്കിൽ കമ്പനി എന്താണോ മുന്നോട്ട് വെക്കുന്നത് ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ചെയ്യേണ്ടത്. There should be one plan and one head for each group of activities having the same objective. ഒരേ ടാസ്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരേ ഫംഗ്ഷൻ ചെയ്യുന്നതുമായ ഒരു ഓർഗനൈസേഷനുള്ളിൽ തന്നെയുള്ള ഒരു ഗ്രൂപ്പിന് ഒരു പ്ലാനും ഒരു ഹെഡും വേണം. സിക്സ്ത് പോയിന്റ് ഈസ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് വർക്കേഴ്സിന് അവരുടെ അല്ലെങ്കിൽ മാനേജേഴ്സിന് അവരുടെ ഒപ്പീനിയൻ മുന്നോട്ട് വയ്ക്കാം, അതിലുപരി ഒരു കോമൺ ഇൻട്രസ്റ്റിനാണ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. The interest or opinion of an individual person should not be given more priority than common interest of the enterprise. Seventh point is remuneration. Remuneration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the salaries and wages paid to the employees should be fair and bring maximum satisfaction. എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറിയും ഇൻസെൻറ്റീവ്സും ഒരു കാരണവശാലും കുറയാനും പാടില്ല. അത് എംപ്ലോയീസിനും അതുപോലെ തന്നെ എംപ്ലോയർക്കും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിലുമായിരിക്കണം. എയ്ത്ത് പോയിന്റ് ഈസ് സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. The authority is not dispersed among different sections. അതായത് ഇതിലെ എല്ലാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും ഒരു കമ്പനിയിലെ. ഇതിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും പൊതുവായി അവയ്ക്ക് മുകളിൽ ഒരൊറ്റ അതോറിറ്റി ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിലെ CEO എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് അതോറിറ്റിയാണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് ഇൻസ്ട്രക്ഷൻസ്, അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും അദ്ദേഹമാണ്. ഷുഡ് ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ സിംഗിൾ പേഴ്സൺ ഓർ ഫ്യൂ പേഴ്സൺസ്. അതായത് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കണം എപ്പോഴും ടോപ്പ് മോസ്റ്റ് അതോറിറ്റി. നയൻത് പോയിന്റ് ഈസ് സ്കേലാർ ചെയിൻ. സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അൺബ്രോക്കൺ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് കമാൻഡ് ഫ്രം ദ ഹൈയസ്റ്റ്
to the lowest ranks to facilitate communication. ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു ലൈൻ ഓഫ് അതോറിറ്റി, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിലെ GM, ജനറൽ മാനേജർ ഏറ്റവും താഴെ ഇരിക്കുന്ന താഴെ റാങ്കുള്ള ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പല സ്റ്റേജസിൽ കൂടിയായിരിക്കും കടന്നു വരുന്നത്. ജനറൽ മാനേജർ ഉണ്ടായിരിക്കും, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഉണ്ടായിരിക്കും, മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഇവരിലെല്ലാം കൂടെ കടന്നു വന്ന് ഏറ്റവും അവസാനമാണ് എംപ്ലോയിയിൽ എത്തുന്നത്. അത് ഒരിക്കലും ആ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതായത് എന്താണോ ടോപ്പ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് ആ കാര്യം വ്യക്തമായി ഏറ്റവും ലോവസ്റ്റ് റാങ്കിലുള്ള എംപ്ലോയീസിൽ വരെ എത്തണം. 10th point is order. It means right material and right person is in the right place. Order എന്ന് പറയുന്നത് ഓരോ പൊസിഷനിലും, ഒരു കമ്പനിയിലെ ഓരോ പൊസിഷനിലും ഇരിക്കുന്ന വ്യക്തികളും അതുപോലെ ഒരു പ്രോസസ്സിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും അവയുടെ റൈറ്റ് പ്ലേസിലായിരിക്കണം. അതായത് ഒരു ടാസ്കിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ മാത്രം തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. 11th point is equity of treatment. All subordinates should be treated equally with kindness and justice by the manager. എല്ലാ സബോർഡിനേറ്റ്സിനെയും ഒരുപോലെ കാണാൻ മാനേജർ പ്രാക്ടീസ് ചെയ്യണം. അതായത് മാനേജർ ഒരുപോലെ കാണാനേ പാടൂ. 12th point is stability. An average employee who stays with the industry is much better than outstanding employees who merely come and go. സ്റ്റെബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയോട് കൂറുള്ള എംപ്ലോയി, അതായത് അദ്ദേഹം ഒരു ആവറേജ് എംപ്ലോയി ആയിരിക്കാം, പക്ഷെ ഏതു കാര്യത്തിനും കമ്പനിയുമായി ഒന്നിച്ചു നിൽക്കുന്ന ഒരു എംപ്ലോയി ഇസ് മച്ച് ബെറ്റർ ദാൻ ഔട്ട്സ്റ്റാൻഡിംഗ് എംപ്ലോയീസ് who merely come and go. 13th point is initiative. ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ പ്രോസസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനും പുതിയ പ്ലാനുകൾ മുന്നോട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാൻ മുന്നോട്ട് വെക്കാനുള്ള ഇനീഷ്യേറ്റീവ്. And last point is esprit de corps. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രഞ്ച് ടേം ആണ്, ഫ്രഞ്ച് വേർഡ് which means union is strength. ഒരു കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ടോപ്പ് മാനേജ്മെന്റ് മുതൽ ബോട്ടം മാനേജ്മെന്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് റാങ്കിലുള്ള എംപ്ലോയീസ് വരെയുള്ള എംപ്ലോയീസിനെയായുള്ള യൂണിറ്റി ഈസ് ദ സ്ട്രെങ്ത് ഓഫ് എൻ ഇൻഡസ്ട്രി. ഇത്രയും കാര്യങ്ങളാണ് ഹെൻറി ഫയോൾ മുന്നോട്ട് വെച്ചത്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ. ഇതിനുശേഷം ഒരു ചെറിയ ടോപ്പിക് കൂടിയുണ്ട്, കമ്പാരിസൺ ഓഫ് ടൈലർ ആൻഡ് ഫയോൾ. ടൈലർ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണെങ്കിൽ ഹെൻറി ഫയോൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറിയാണ്. Both realized that the problem of personnel and its management at all levels is the key to industrial success. Also, Taylor worked primarily on the operative level from the bottom of the industrial hierarchy upwards, but Henry Fayol concentrated on the managing director and worked downwards. ഏറ്റവും പ്രധാനമായുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ടൈലർ കോൺസെൻട്രേറ്റ് ചെയ്തത് ഏറ്റവും ലോവസ്റ്റ് റാങ്കിലുള്ള എംപ്ലോയീസിൽ നിന്ന് തുടങ്ങി ഏറ്റവും ടോപ്പ് മോസ്റ്റ് മാനേജർ വരെയുള്ള മാനേജ്മെന്റ് സിസ്റ്റത്തിനെയാണ് ഫയോൾ കൂടുതലായിട്ട് പഠനത്തിന് എടുത്തത്. ഇവയാണ് ഹെൻറി ഫയോളും ഫ്രെഡറിക് ടൈലറും മുന്നോട്ട് വെച്ച മാനേജ്മെന്റ് തിയറീസ്.